ഈ അവരെ കണ്ട് പഠിക്കുക ഇവരെ കണ്ട് പഠിക്കുക എന്ന് ജീവിതത്തിൽ ചില പ്രാവശ്യങ്ങൾ കേട്ടിട്ടുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഞാനും കണ്ട് കണ്ട് പഠിച്ചതാണ് എൻ്റെ ഒരു ഈ കഴിവ് എന്താണെന്നല്ലേ. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ ആൾക്കാർ ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് പോയിട്ട് ഞാൻ ഇച്ചിരി പച്ചക്കറി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു, കറി വെക്കുന്നു എന്തൊക്കെയല്ലേ. അതുകൊണ്ട് ഞാനും പുറത്ത് വന്നു പച്ചക്കറി എടുക്കാനായിട്ട്. പക്ഷേ ഇവിടെ ആരുടെക്കോ കാറിങ്ങനെ കിടപ്പുണ്ട്. ഇതിൽ അവിയലും സാമ്പാറൊന്നും വെക്കാൻ പറ്റില്ല. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി എടുത്തുകൊണ്ട് വരാം. പക്ഷേ മാർക്കറ്റിൽ പോകാൻ ഇവിടെ 3 വഴികളാണ്. ഇതാണ് ആദ്യത്തെ വഴി. അത് വല്ലാത്തൊരു വഴി, പോകരുതതിൽ. പിന്നെ കാണുന്ന അതാ വഴി, അത് പെരുവഴി, അതിലും പോകരുത്. പിന്നെ കാണുന്ന ഈ വഴി, ഇതാണ് ശരിയായ വഴി. ഇതിൽ ഞാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഈ ചൂടിൽ എൻ്റെ മൂടൊക്കെ പോകും കഴിക്കാനുള്ള. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. പിന്നെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തുറക്കുന്ന 2 സംഭവം ഉണ്ടല്ലോ, മൊബൈലും ഫ്രിഡ്ജും. അത് ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ബീഫ് കിടപ്പുണ്ട്. എന്നാൽ പിന്നെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല വെച്ചത്, എൻ്റെ ഹസ്ബൻഡാണ് വെച്ചത്. ഞങ്ങൾ പണിയെടുക്കില്ലല്ലോ, പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് മാത്രം പറഞ്ഞു തരുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെത്. പിന്നെ ഫ്രിഡ്ജൊക്കെ മെസ്സിയായി കിടപ്പുണ്ട്, അതൊന്നും ചെയ്യരുത്, പണിയേ